Hello all. Last class we have problems in the first chapter portion reversible and irreversible process. So today we are discussing two processes, reversible and irreversible process. First of all, what is mean by a process? What is a process? Different kinds of process thermodynamic process reversible irreversible process. So before that we have to know what is mean by a process. Process means changing from one state to another state by changing the thermodynamic coordinates is called a process. That is change of a state from initial to a final or final to a initial is called a process, and the direction of the process will depends on the thermodynamic coordinates like pressure, volume, temperature and entropy. And the direction of the process cannot be determined by knowing thermodynamic coordinates in the two end state. That is, if we know the thermodynamic coordinates of the initial and final states, we cannot predict the direction of the process. Similarly, the internal energy entropy is also a function of the state of a system. That is, എന്താണ് പ്രോസസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് changing from one state to another state by changing the thermodynamic coordinates is called a process. Thermodynamic coordinates ne vechittan nammal oru process ne define cheyidirunathu. Isothermal, adiabatic, isochoric, isobaric nokku parnu nammal different types of processes ne paranju. നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും നമുക്ക് അറിയാമെങ്കിൽ നമുക്കൊരു പ്രോസസ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രോസസ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് വെച്ച് പറയാൻ പറ്റില്ല. ഇനി ബേസ്ഡ് ഓൺ these coordinates we can only determine the initial and final states of a process, not its direction. ഇനി നമ്മൾ പ്രോസസ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാണ്, റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. എന്താണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ് എന്ന് നോക്കാം. A process is said to be reversible if it can be retraced in the opposite direction so that it passes through exactly the same states in all respects as in the direct process. അതായത് ഫോർ എക്സാമ്പിൾ കൺസിഡർ എ ഗ്യാസ് ഇൻസൈഡ് എ സിലിണ്ടർ. ഒരു ഗ്യാസ് നമ്മൾ സിലിണ്ടറിനകത്ത് കൺസിഡർ ചെയ്യാണ് വിത്ത് എ പിസ്റ്റൺ. If the piston moves outwards, means we are expanding the gas inside the cylinder, which means that the cooling of the gas occurs. Adore gas in the expansion നടന്നു അവിടെ. ഇനി if the same gas is compressed, ഈ expand the gas നെ നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്രസ് ചെയ്യാണ്. The same gas is compressed, what happens? Heat is produced. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്തു, അവിടെ ഒരു കൂളിംഗ് നടന്നു ഗ്യാസിൻ്റെ. സെക്കൻഡ് കേസിൽ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ദിസ് കേസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ ഐഡിയൽ റിവേഴ്സിബിൾ പ്രോസസ്. അതായത് ഈ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്തു, അതായത് കൂൾ ചെയ്യുന്നു. അതാണ് നമ്മുടെ ഡയറക്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ എക്സ്പാൻഡ് ദ ഗ്യാസിനെ നമ്മൾ കംപ്രസ് ചെയ്തപ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. തിരിച്ചൊരു ഓപ്പോസിറ്റ് ആയിട്ടൊരു പ്രോസസ്സ് നടന്നു, കംപ്രഷൻ നടന്നു അവിടെ. ഈ കേസിൽ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഐഡിയൽ റിവേഴ്സിബിൾ പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് നമ്മൾ ഈ പ്രോസസ്സ് ഡയറക്റ്റ് പ്രോസസ്സ് നടന്നതിന് നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, that process passes through exactly the same states in all respects as in the direct process. നമ്മൾ ആ ഗ്യാസിനെ
എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഗ്യാസ് ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോയത് അതേ സെയിം സ്റ്റേറ്റിലൂടെ തന്നെ നമ്മൾ ആ ഗ്യാസിനെ കംപ്രസ് ചെയ്യുമ്പോഴും അത് കടന്നു പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രോസസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ ഐഡിയൽ റിവേഴ്സിബിൾ പ്രോസസ്. ഇതൊരു ഐഡിയൽ റിവേഴ്സിബിൾ കേസാണ് പറഞ്ഞത്. ഗ്യാസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു, then അതിനെ കംപ്രസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എൻ ഐഡിയൽ റിവേഴ്സിബിൾ പ്രോസസ്. പക്ഷേ എല്ലാ പ്രോസസ്സുകളും ഐഡിയൽ റിവേഴ്സിബിൾ പ്രോസസ്സുകളല്ല. ഇനി ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴും ഗ്യാസ് കംപ്രസ് ചെയ്യുമ്പോഴും വാട്ട് ഹാപ്പൻസ്? വർക്ക് ഡൺ ഓർ എനർജി ഈസ് ട്രാൻസ്ഫേർഡ്. ഈ ഐഡിയൽ കേസിൽ എന്താ പറഞ്ഞത്? നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, കംപ്രസ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? കൂളിംഗ് നടന്നു. ഇൻ ദാറ്റ് കേസ് വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്. സെക്കൻഡ് കേസിൽ നമ്മൾ ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നു, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, വിച്ച് മീൻസ് ദാറ്റ് വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ്. ഇൻ ബോത്ത് ദീസ് കേസസ് വർക്ക് ഡൺ or energy transferred will be the same for both direct and reversible process. നമ്മൾ ഡയറക്റ്റ് പ്രോസസ്സ് പറഞ്ഞു, എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് പറഞ്ഞു, റിവേഴ്സിബിൾ പ്രോസസ്സ് പറഞ്ഞു, കംപ്രഷൻ ഓഫ് ഗ്യാസ്. ഈ രണ്ട് കേസിലും വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫേർഡ് സെയിം ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ റിവേഴ്സിബിൾ പ്രോസസ്. അതായത് നമുക്ക് ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ എന്താണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ് എന്നുള്ളത്? എ പ്രോസസ് വിച്ച് ഈസ് സെറ്റ് ടു ബി റിവേഴ്സിബിൾ ഇഫ് ഇറ്റ് ക്യാൻ ബി റീട്രേസ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ so that it passes through exactly the same states in all respects as in the direct process. അതായത് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. നമ്മളൊരു ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇനി നമ്മൾ അതാണ് നമ്മുടെ ഡയറക്റ്റ് പ്രോസസ്. ഇനി എക്സ്പാൻഡ് ചെയ്ത ഗ്യാസിൽ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ ഈ ഡയറക്റ്റ് പ്രോസസ്സിൽ ഉണ്ടായിരുന്ന എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് കടന്നു പോയ എല്ലാ സ്റ്റേറ്റിലൂടെയും നമുക്ക് അതിനെ തിരിച്ച് റീട്രേസ് ചെയ്ത് ഇനീഷ്യൽ പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എങ്കിൽ ദാറ്റ് പ്രോസസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ റിവേഴ്സിബിൾ പ്രോസസ്. അതായത് നമ്മൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു, ദെൻ ആ ഗ്യാസ് നമ്മൾ തിരിച്ച് കംപ്രസ് ചെയ്ത് പഴയ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ ആക്കുന്നു. വിച്ച് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഐഡിയൽ റിവേഴ്സിബിൾ പ്രോസസ്. അതായത് വർക്ക് ഡൺ ഓർ എനർജി ട്രാൻസ്ഫർ വിൽ ബി ദ സെയിം in both direct and reversible process. അങ്ങനെയുള്ള പ്രോസസ് ആണെങ്കിൽ ഡയറക്റ്റ് പ്രോസസ്സിലും റിവേഴ്സിബിൾ പ്രോസസ്സിലും വർക്ക് ഡൺ ചെയ്യുന്നതും എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് വർക്ക് ഡൺ ബൈ ദ ഗ്യാസും വർക്ക് ഡൺ ഓൺ ദ ഗ്യാസും അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് രണ്ടും സെയിം ആണെങ്കിൽ, രണ്ട് കേസിലും സെയിം ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ദാറ്റ് പ്രോസസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ റിവേഴ്സിബിൾ പ്രോസസ്. ഇനി എന്തൊക്കെ കണ്ടീഷൻസ്? വാട്ട് ആർ ദ കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്? എന്തൊക്കെയാണ് റിവേഴ്സിബിൾ പ്രോസസ് ഉണ്ടാകുന്നതിന് ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ്? ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദ പ്രോസസ് ഷുഡ് ടേക്ക് പ്ലേസ് അറ്റ് എക്സ്ട്രീംലി സ്ലോ റേറ്റ്. അപ്പം അത് വളരെ സ്ലോ ആയിട്ട് വേണം പ്രോസസ്സ് നടക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോസസ്സിനെ റീട്രേസ് ചെയ്യുമ്പോൾ തിരിച്ച് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ആ പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ സ്റ്റേറ്റുകളിലൂടെയും കടന്നു പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് പ്രോസസ് ഷുഡ് ടേക്ക് പ്ലേസ് അറ്റ് എക്സ്ട്രീംലി സ്ലോ റേറ്റ്. ഇനി there should not be any loss of heat due to friction or radiation. നമ്മൾ എന്ത് പറഞ്ഞൊരു കണ്ടീഷൻ എന്താ റിവേഴ്സിബിൾ പ്രോസസ്സിനുള്ളത്? വർക്ക് ഡൺ ഓർ എനർജി ട്രാൻസ്ഫേർഡ് വിൽ ബി ദ സെയിം for both direct and reversible process. That means there should not be any loss of heat due to friction or radiation. A third condition, the pressure and temperature of the system must not differ much from its surroundings. അതായത് സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചറും പ്രഷറും സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറും പ്രഷറും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും വരാൻ പാടില്ല. ദീസ് ആർ ദ കണ്ടീഷൻസ് ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്. First one, the process should take place at extremely slow rate. The second condition, there should not be any loss of heat due to friction or radiation. Third condition, the pressure and temperature of the system must not differ much from its surroundings. Next, what are examples for a reversible process? First one, all thermal processes taking place at infinitely slow rate. Second one, all mechanical processes taking place under the action of conservative forces. Third one, working substance taken along a complete Carnot cycle. Carnot cycle നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. ഇത് ഈ മൂന്നെണ്ണാണ് റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ എക്സാമ്പിൾ. ഓൾ തെർമൽ പ്രോസസ്സസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് ഇൻഫിനിറ്റ്ലി സ്ലോ റേറ്റ്, all mechanical processes under the action of conservative forces, working substance taken along complete Carnot cycle. നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് നമ്മൾ പറഞ്ഞു.
റിവേഴ്സിബിൾ പ്രോസസ്സിൽ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്? പ്രോസസ്സ് നമ്മൾ ഒരു ഡയറക്റ്റ് പ്രോസസ്സിനെ നമ്മൾ റീട്രേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റീട്രേസ് ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാ സ്റ്റേറ്റ്സിലൂടെയും സെയിം സ്റ്റേറ്റിലൂടെ തന്നെ സിസ്റ്റം കടന്നു പോകുന്നുണ്ടെങ്കിൽ വിച്ച് ക്യാൻ ബി കോൾഡ് ആസ് എ റിവേഴ്സിബിൾ പ്രോസസ്. If the system cannot be retraced back exactly in the opposite direction, such process are called irreversible process. നമുക്ക് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് ഒരു പ്രോസസ്സിനെ റീട്രേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സച്ച് പ്രോസസ് ക്യാൻ ബി കോൾഡ് ആസ് ഇറിവേഴ്സിബിൾ പ്രോസസ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഹീറ്റ് എനർജി ഈസ് ഓൾവേസ് യൂസ്ഡ് ടു ഓവർകം ഫ്രിക്ഷൻ ഓർ എനർജി ഡിസിപ്പേറ്റ് ഇൻ ദ ഫോം ഓഫ് കണ്ടക്ഷൻ ആൻഡ് റേഡിയേഷൻ. അതായത് ഒരിക്കലും ഇവിടെ നമുക്ക് എന്താണ് ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? എനർജി ട്രാൻസ്ഫേർഡ് വിൽ ബി ദ സെയിം ഫോർ ബോത്ത് ഡയറക്റ്റ് ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ്. ഇപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സിൽ എന്താണ് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫോർ ഡയറക്റ്റ് ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ് നോട്ട് ബി ദ സെയിം. അതായത് here heat energy is used to overcome friction and energy is dissipated in the form of conduction and radiation. Because of these reasons, energy transfer will not be same for direct and irreversible process. In an examples nu parayunnathu all practical engines are irreversible in nature. The best example parayunnathu a body is moved on a rough surface. Oru body rough surface il move cheyana. What happens? Heat is produced due to friction. So the body rough surface move ചെയ്തപ്പോൾ heat produce ചെയ്തു. When the process is reversed, again heat produced. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഒരു ബോഡി റഫ് സർഫസിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു ഡ്യൂ ടു ഫ്രിക്ഷൻ. അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റിന്റെ എമൗണ്ടും ഈ പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുമ്പോൾ അഗെയിൻ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആവില്ല. That means a body is moved on a rough surface, heat is produced due to friction. Friction കാരണം കൊണ്ട് ഫസ്റ്റ് നമ്മൾ ഒരു ബോഡി റഫ് സർഫസിലൂടെ നമ്മൾ പിടിച്ച് വലിക്കാൻ മൂവ് ചെയ്യാന്ന് വിചാരിക്കാം. അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, കുറച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. തിരിച്ച് നമ്മൾ അതിനെ എന്താണ് ചെയ്യുന്നത്? തിരിച്ച് നമ്മൾ ഇനീഷ്യൽ പൊസിഷനിലേക്ക് നമ്മൾ അതിനെ വീണ്ടും റഫ് സർഫസിലൂടെ മൂവ് ചെയ്യിക്കുമ്പോൾ അഗെയിൻ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. ഈ ആദ്യത്തെ കേസിൽ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റിന്റെ അതേ എമൗണ്ട് തന്നെ ആയിക്കൊള്ളണമെന്നില്ല സെക്കൻഡ് കേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റും. അതായത് ഹീറ്റ് എനർജി ഈസ് യൂസ്ഡ് ടു ഓവർകം ഫ്രിക്ഷൻ. അവിടെ എന്താണ് ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലൊക്കെ എന്താണ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട് അവിടെ. അപ്പോൾ ഓരോ കേസിലും എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്രിക്ഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും, ഒരിക്കലും സെയിം ആയിരിക്കില്ല. സച്ച് പ്രോസസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഇനി നമുക്ക് വാട്ട് ആർ ദ എക്സാമ്പിൾസ് for an irreversible process? നോക്കാം. First one, production of heat due to the passage of current through an electrical resistance. Second one, conduction of heat from a hot body to a cold body. ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാന്ന് വിചാരിക്കുക. തിരിച്ച് നമ്മൾ കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. സോ എന്തായിരിക്കും? ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് എങ്ങനെയായിരിക്കും ഹീറ്റ് ഫാസ്റ്റ് ആയിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക? എന്തിനാണ്? രണ്ട് ടെമ്പറേച്ചറിനെയും ബോഡി ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് അവിടെ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. നേരെ മറിച്ച് കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സ്ലോ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതൊരിക്കലും ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് ആയിരിക്കില്ല അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. Third example is transfer of heat by radiation and Joule-Thomson effect. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ഓർത്ത് വയ്ക്കാൻ എളുപ്പം. കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ ഹോട്ട് ബോഡി ടു എ കോൾഡ് ബോഡി. സോ വി ഡിസ്കസ്ഡ് വാട്ട് ആർ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. നമ്മൾ എന്താണ് ഒരു പ്രോസസ് എന്ന് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തു. അതായത് പ്രോസസ് മീൻസ് ഇപ്പോൾ നമ്മൾ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ പറയാം? ചേഞ്ചിങ് ദ സിസ്റ്റം ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് by changing the thermodynamic coordinates, or changing the system from an initial state to a final state, or changing a system from a final state to an initial state. By changing the thermodynamic coordinates of the system can be considered as a process. ഇനി നമുക്കൊരു പ്രോസസ്സിന്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് മാത്രമേ നമുക്ക് എന്ത് കൺസിഡർ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. വി കനോട്ട് പ്രെഡിക്റ്റ് ദ ഡയറക്ഷൻ ഓഫ് പ്രോസസ് by understanding or identifying the final and initial thermodynamic coordinates.
നമുക്ക് ഒരിക്കലും അതിന്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലുള്ള ആ പ്രോസസ് നടന്നതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ട് വി ക്യാൻ ഐഡന്റിഫൈ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ states of the system by identifying the final and initial values of the thermodynamic variables. ഇനി എല്ലാ പ്രോസസ്സുകളും all processes are not possible in universe. എല്ലാ പ്രോസസ്സും യൂണിവേഴ്സിൽ പോസിബിൾ അല്ല. ചില പ്രോസസ്സസ് മാത്രമേ നമുക്ക് യൂണിവേഴ്സിൽ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് പ്രോസസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. ഇഫ് എ പ്രോസസ് ക്യാൻ ബി റീട്രേസ്ഡ് ഇൻ ദ എക്സാക്ട്ലി ഓപ്പോസിറ്റ് സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് എ ഡയറക്റ്റ് പ്രോസസ്, സച്ച് എ പ്രോസസ് ഈസ് കോൾഡ് റിവേഴ്സിബിൾ പ്രോസസ്. അതിന് certain കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? എക്സ്ട്രീംലി സ്ലോ റേറ്റിലായിരിക്കണം. there should not be any loss of heat. pressure and temperature of the system must not differ much from its surroundings. ഇനി എക്സാക്ട്ലി നമുക്ക് റീട്രേസ് ചെയ്യാൻ പറ്റാത്ത പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇറിവേഴ്സിബിൾ പ്രോസസ്. അവിടെ എന്തായിരിക്കും സംഭവിക്കുക? എന്തുകൊണ്ടായിരിക്കും റീട്രേസ് ചെയ്യാൻ പറ്റാത്തത്? the energy transfer is not same for both direct and irreversible process. That is, some amount of energy is lost in order to overcome friction, and also energy is dissipated in the form of conduction and radiation. All practical engines are irreversible in nature. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രാക്ടിക്കൽ എൻജിൻസും എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. അതൊരിക്കലും റിവേഴ്സിബിൾ അല്ല. എല്ലാ പ്രോസസ്സിലും സം എമൗണ്ട് ഓഫ് എനർജി ഈസ് ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ടു അവോയ്ഡ് ഫ്രിക്ഷൻ, കണ്ടക്ഷൻ ഓർ റേഡിയേഷന്റെ മാനറിലൊക്കെ എന്തായിരിക്കും? എനർജി ലോസ് ആവുന്നുണ്ട്. സോ ഓൾ പ്രാക്ടിക്കൽ എൻജിൻസ് ആർ ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. ഇത്രയാണ് നമുക്ക് റിവേഴ്സിബിളിലും ഇറിവേഴ്സിബിളിലും പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഷോർട്ട് നോട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും, അതായത് ഒരു 2010 to 2020 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കിട്ടി. എനിക്ക് 2017 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് നോക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ചാപ്റ്റർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ചാപ്റ്റർ 1 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, പാർട്ട് എ. സെക്കൻഡ് നമ്മൾ ഷോർട്ട് ആൻസർ 2 മാർക്സിന്റെ. തേർഡ് സെക്ഷൻ നിങ്ങൾക്ക് 4 മാർക്സിന്റെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. ഫോർത്ത് സെക്ഷൻ പ്രോബ്ലം. ഫിഫ്ത്ത് സെക്ഷൻ എസ്സേ. ആ ഒരു മോഡൽ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഡിറ്റർമിൻസ് വെദർ ദ സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് അനദർ സിസ്റ്റം. വാട്ട് ഈസ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്ത് വേണം? അത് ആദ്യം നമ്മൾ നോക്കണം. എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ തെർമൽ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്താണ്? ഏതെങ്കിലും രണ്ട് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് അതിന്റെ സെയിം ആയിരിക്കണം. ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് determines whether the system is in thermal equilibrium with another system is dash. ആലോചിച്ച് നോക്കുക ഏതാന്നുള്ളത് കേട്ടോ. 4 നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ്, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻട്രോപ്പി പറഞ്ഞു. അതിൽ പ്രഷറും വോളിയമാണ് നമ്മൾ പ്രഷറും വോളിയവും ടെമ്പറേച്ചറാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക ഏതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതിന് ആൻസർ ഞാൻ പറയുന്നില്ല, കണ്ടുപിടിക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാം. സെക്കൻഡ് വൺ, surface tension is dash quantity. Intensive, extensive, both, all of the above. ഏതാണ് ക്വാണ്ടിറ്റി? ഇന്റൻസീവ് ആണോ എക്സ്റ്റെൻസീവ് ആണോ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് സർഫസ് ടെൻഷൻ? സർഫസ് ടെൻഷൻ ഈസ് ഇന്റൻസീവ് ക്വാണ്ടിറ്റി, അതായത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റി. നമ്മൾ അങ്ങനെയല്ല ഡിഫൈൻ ചെയ്തിരുന്നത്. ഇൻഡിപെൻഡന്റ് ഓഫ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ആണ് ഇന്റൻസീവ് ക്വാണ്ടിറ്റീസ്. സർഫസ് ടെൻഷൻ ഈസ് എൻ ഇന്റൻസീവ് ക്വാണ്ടിറ്റി. തേർഡ് വൺ, ദ ക്വാണ്ടിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് ഡ്യൂറിങ് ഐസോബാരിക് പ്രോസസ് ഈസ്. ഐസോബാരിക് പ്രോസസ്സിൽ ഏതാണ് വരുന്നത്? പ്രഷർ ആണ് അതിന്റെ ക്വാണ്ടിറ്റി. അഡിയബാറ്റിക് പ്രോസസ് ഈസ് വൺ ഇൻ വിച്ച് no heat enters or leaves the gas. Temperature of gas changes. Change in internal energy is equal to mechanical work done. All of the above. ഏതാണ് വരുന്നത്? അഡിയബാറ്റിക് പ്രോസസ്സിൽ no heat enters or leaves the gas. സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്സിലേക്ക് എന്താണ്? ഹീറ്റ് എൻ്റർ ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നത്. There is no transfer of heat energy between the system and surroundings. So option A.
When a gas is heated at constant volume, the heat supplied increases the internal energy of the gas. Comment the statement. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. When a gas is heated at constant volume, അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് dq എന്താണ്, dq എന്നാണ് ഹീറ്റ് സപ്ലൈ. ഇവിടെ ഹീറ്റ് ചെയ്യാനല്ല നമ്മൾ ചെയ്തത്, അപ്പോൾ സപ്ലൈ ചെയ്തു നമ്മൾ സിസ്റ്റത്തിലേക്ക് ഹീറ്റ്. Heat supplied to the system dq is equal to du. Du means cv dt plus dwp dv. At constant volume means dv എന്തായിരിക്കും, 0 ആയിപ്പോയി അവിടെ. So dq is equal to du. Then the heat supplied increases the internal energy of the gas. ശരിയാണ്, വർക്ക് ഡൺ ഇല്ല അവിടെ. pdv എന്തായി മാറി, dv ഇല്ലാത്തത് കൊണ്ട് pdvയുടെ ടേം 0 ആയി. അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എനർജി എന്തിനു യൂസ് ചെയ്യുന്നു, is used to increase the internal energy of the gas. So the statement is true. Sixth one, an ideal gas is isothermally expanded. Its internal energy will. Ideal ഗ്യാസിന് isothermally expand ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഇന്റേണൽ എനർജി എന്തായിരിക്കും വരുന്നത്? What happens to the internal energy? ഇന്റേണൽ എനർജി എന്താണ്? cv dt ആണ്. dt അവിടെ എന്താണ് വരുന്നത്? dt 0. ഐസോതെർമൽ അല്ല, അപ്പൊ ടെമ്പറേച്ചർ ഇല്ല അവിടെ, ടെമ്പറേച്ചറിന് ചേഞ്ച് ഇല്ല, അപ്പൊ dt ടേം ഈ 0. സോ dq ഈസ് ഈക്വൽ ടു dw. എക്സ്പാൻഡ് ചെയ്തു, അപ്പൊ dq എന്താ സംഭവിച്ചത്? dq എന്തിനു യൂസ് ചെയ്യുന്നത്? dw എക്സ്റ്റേണൽ വർക്ക് ഡൺ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഐസോതെർമൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചർ സെയിം ആണ്, അവിടെ ടെമ്പറേച്ചറിന് യാതൊരു മാറ്റമില്ല. അപ്പൊ ഇന്റർണൽ എനർജിക്ക് വല്ല മാറ്റം വരും? cv dt അവിടെ ടേം ഇല്ല, 0 ആയി പോയി. റിമെയിൻസ് ദ സെയിം, പഴയ വാല്യൂ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. Then seventh one, the slope of P and V for an isobaric process is dash. Isobaric process എന്ന് വെച്ചാൽ pressure same. So PV graph എന്ന് പറയുന്നത് എന്തായിരിക്കും? is a horizontal line parallel to x-axis. x-axisന് parallel ആയിട്ടുള്ള ഒരു ലൈനാണ്, ഹൊറിസോണ്ടൽ ലൈനാണ് നമുക്കത് കിട്ടുന്നത്. സോ ആ ഹൊറിസോണ്ടൽ ലൈനിന് സ്ലോപ്പ് ഉണ്ടാ ഇല്ല, സ്ലോപ്പ് ഈ 0. സോ സ്ലോപ്പ് ഓഫ് P and V graph for an isobaric process is 0. Next, which of the following is an intensive quantity? Intensive quantity എന്താണ്? നമുക്ക് ഈ 8ാമത്തെ ക്വസ്റ്റ്യനും 10ാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്താൽപ്പിയുടെ ടേം വന്നിട്ടുണ്ട്, അപ്പൊ അത് ഈ 2 ക്വസ്റ്റ്യനിലും ഉണ്ട്. അപ്പൊ നമുക്കത് ഇപ്പൊ ഡിസ്കസ് ചെയ്യേണ്ട. നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ മോഡൽ വരികയെന്ന് മനസ്സിലാക്കുക. എന്താണ് ഇന്റൻസീവ് ക്വാണ്ടിറ്റി, ഏതാണ് എക്സ്റ്റൻസീവ് ക്വാണ്ടിറ്റി എന്ന് കണ്ട് ചോദിക്കും. അപ്പൊ നമുക്ക് എന്താൽപ്പി വരുന്നത് 3rd ചാപ്റ്ററിലൊക്കെയാണ് തോന്നുന്നു വരുന്നത് എന്താൽപ്പി. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ അത് വിട്ടേക്കാം കേട്ടോ. 9th ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ പ്രോസസ് ഇൻ വിച്ച് dq ഈസ് ഈക്വൽ ടു dw. ഐസോതെർമൽ, അഡയബാറ്റിക്, ഐസോകോറിക്, ഐസോബാരിക്. നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ വെച്ച് എന്താണ്? dq ഈസ് ഈക്വൽ ടു du പ്ലസ് dw. ഇവിടെ duന്റെ ടേം ഇല്ല, അതായത് cv dt ടേം 0 ആയിപ്പോയി. അത് cv dt ടേം 0 ആവണമെങ്കിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? cv കോൺസ്റ്റന്റ് ആണ്, അപ്പൊ dt ടേം ആണ് കോൺസ്റ്റന്റ് ആവേണ്ടി വരിക. dt 0 മീൻസ് ദ പ്രോസസ് ഈസ് isothermal, there is no change in temperature. So for an isothermal process dq is equal to dw. ഇനി ഇവിടെ കൺസിഡർ ചെയ്യാം. Adiabatic curves of oxygen and helium are drawn. ഇനി slope of adiabatic for oxygen is a and that of helium is b. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? Slope of adiabatic for oxygen is a. അപ്പോൾ ഓക്സിജന്റെ കേസിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഓക്സിജന്റെ അഡയബാറ്റിക്കിന്റെ സ്ലോപ്പ് ആണ് എന്ത്? എ ബൈ ഐസോതെർമലിന്റെ സ്ലോപ്പ് ഉണ്ട് ഈക്വൽ ടു ഗാമ. അഡയബാറ്റിക് കർവ്സ് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പൊ എന്താണ്? എ ഈക്വൽ ടു ഗാമ ടൈംസ് സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ ആണല്ലോ, ആണ്. ഇനി അത് ഓക്സിജന്റെ കേസിൽ. ഹീലിയത്തിന്റെ കേസിൽ ബി ഈക്വൽ ടു ഗാമ ടൈംസ് സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ. ഐസോതെർമൽ നമുക്കിവിടെ എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കിവിടെ എന്താണ്? എ ഈക്വൽ ടു ഗാമ, ബി ഈക്വൽ ടു ഗാമ എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. എ ഈക്വൽ ടു ഗാമ, ബി ഈക്വൽ ടു ഗാമ. സ്ലോപ്പ് ഓഫ് അഡയബാറ്റിക് ഈക്വൽ ടു ഗാമ. സ്ലോപ്പ് ഓഫ് അഡയബാറ്റിക് ഓഫ് നെക്സ്റ്റ് ഗ്യാസ് ഏതാണ്? ഹീലിയം ഈസ് ബി ഈക്വൽ ടു ഗാമ. രണ്ടും ഗാമയാണ്. ഇനി നോക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഓക്സിജനും ഹീലിയവും വരുന്നത്. ഓക്സിജൻ എന്ത് ഗ്യാസ് ആണ്? O2. അതൊരു ഡയാറ്റോമിക് ഗ്യാസ് ആണ്. അപ്പൊ അതിന്റെ O2 ഒരു ഡയാറ്റോമിക് ഗ്യാസിന്റെ ഗാമ എന്ന് പറയുന്നത് 7/5 ആണ്. ഗാമ ഈസ് ഈക്വൽ ടു 7/5 ഫോർ എ ഡയാറ്റോമിക് ഗ്യാസ്. ഹീലിയം ഫോർ എ മോണോആറ്റോമിക് ഗ്യാസ് എന്താ വരുന്നത്? ഗാമ ഈസ് ഈക്വൽ ടു 5/3 ആണ്. സോ A/B എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? ഗാമ ഓഫ് ഓക്സിജൻ
ഗാമ ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് ഹീലിയം. ഗാമ ഓഫ് ഹീലിയം ആണ് നമുക്ക് വരുന്നത്. ഇനി ഹീലിയം എന്താണ്? ഡയാറ്റോമിക് ആണോ? അല്ല, ഹീലിയം മോണോ ആറ്റോമിക് ആണ്. സോ ഗാമ ഓഫ് ഓക്സിജൻ വന്ന് 7/5 ഡിവൈഡഡ് ബൈ 5/3. ഡയാറ്റോമിക്കിന്റെ 7/5 മോണോ ആറ്റോമിക്കിന്റെ 5/3 ആണ്. സോ A by B എന്ന് പറയുന്നത് ഗാമ ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് ഹീലിയം ആണ് വരിക. ദാറ്റ് ഈസ് 7/5/5/3. ദാറ്റ് ഈസ് 7/5 ഇൻറ്റു 3/5. സോറി, ഇൻറ്റു 3/5. എന്ത് വരും? 21 ഡിവൈഡഡ് ബൈ 25 വരും. So the answer is C, 21 divided by 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഒന്നുകൂടി പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സ്ലോപ്പ് ഓഫ് അഡിയാബാറ്റിക് ഈസ് ഈക്വൽ ടു ഗാമ ടൈംസ് സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ. ഇവിടെ ഐസോതെർമൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഐസോതെർമലിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ എന്തെടുത്തു? സ്ലോപ്പ് ഓഫ് അഡിയാബാറ്റിക് ഈസ് ഈക്വൽ ടു ഗാമ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു. ഗാമ ടൈംസ് എടുക്കുന്നില്ല, ഗാമ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു. ഇനി ഇവിടെ ഓക്സിജന്റെ വാല്യൂ എന്താണ്? സ്ലോപ്പ് ഓഫ് അഡിയാബാറ്റിക് എന്താണ്? A ആണ്. സോ A ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് ഓക്സിജൻ. ഇനി ഹീലിയം എടുത്തു, അതിന്റെ സ്ലോപ്പ് ഓഫ് അഡിയാബാറ്റിക് എന്താണ്? സ്ലോപ്പ് ഈസ് B. B ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് ഹീലിയം. ഇനി ഓക്സിജൻ എന്ന് പറയുന്നത് ഡയാറ്റോമിക് ആണ്, അതിന്റെ ഗാമ എന്ന് പറയുന്നത് ഈസ് 7/3. ഹീലിയം എന്ന് പറയുന്നത് മോണോ ആറ്റോമിക് ആണ്, അതിന്റെ ഗാമ എന്ന് പറയുന്നത് ഓക്സിജന്റെ ഗാമ എന്ന് പറയുന്നത് ഡയാറ്റോമിക്കിന്റെ 7/5, മോണോ ആറ്റോമിക്കിന്റെ 5/3. അങ്ങനെയാണെങ്കിൽ A by B എന്തായിരിക്കും? ഗാമ ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് ഹീലിയം. ദാറ്റ് ഈസ് 7/5 ഹോൾ ഡിവൈഡഡ് ബൈ 5/3. ദാറ്റ് ഈസ് 21 ഡിവൈഡഡ് ബൈ 25 വരും. സംശയമുള്ളവരെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യുക. കിട്ടുന്നില്ല എങ്കിൽ ഞാനത് ചെയ്ത് കാണിച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിടാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്രം കേട്ടോ, ഞാൻ അതിന് വേണ്ടി എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. നിങ്ങളെ ഗ്രൂപ്പിൽ ആരും റെസ്പോണ്ട് ചെയ്ത് ഞാൻ കാണുന്നില്ല. റെസ്പോണ്ട് ചെയ്താൽ എൻ്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഉണ്ടാവും അങ്ങോട്ട്, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ, നെയിം ദ പ്രോസസ് ഇൻ വിച്ച് dq ഈസ് ഈക്വൽ ടു du. dq ഈസ് ഈക്വൽ ടു du ആവണമെങ്കിൽ എന്താവണം? du പ്ലസ് dw എന്ന ടേമും കൂടി നമുക്ക് ആക്ച്വലി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വഴിയുണ്ട്. dw 0 ആണ്, അതായത് p dv ഈക്വൽ ടു 0. ദാറ്റ് ഈസ് dv ഈസ് ഈക്വൽ ടു 0. dv 0 മീൻസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ വോളിയം. സോ ദ പ്രോസസ് ഈസ് ഐസോകോറിക്. നെക്സ്റ്റ്, സ്ലോപ്പ് ഓഫ് അഡിയാബാറ്റിക് ഡിവൈഡഡ് ബൈ സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ ഓഫ് ഓക്സിജൻ ഈസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? സ്ലോപ്പ് ഓഫ് അഡിയാബാറ്റിക് ഈക്വൽ ടു ഗാമ ടൈംസ് സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ, വിച്ച് മീൻസ് സ്ലോപ്പ് ഓഫ് അഡിയാബാറ്റിക് ബൈ സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ ഈസ് ഈക്വൽ ടു ഗാമ. സിൻസ് ഓക്സിജൻ ഈസ് എ ഡയാറ്റോമിക് മോളിക്യൂൾ, ഡയാറ്റോമിക് ഗ്യാസ്, what is its gamma? Gamma is 7/5. Answer is C. ഇത്രയാണ് ഫസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ ഈ ക്വസ്റ്റ്യനൊക്കെ 11th ക്വസ്റ്റ്യൻ നമ്പർ 9 ക്വസ്റ്റ്യൻ നമ്പർ 9, ക്വസ്റ്റ്യൻ നമ്പർ 11, 12, 13 ഇതൊക്കെ നിങ്ങൾക്ക് IIT ജാമിന് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് IIT ജാമിന്റെ ക്വസ്റ്റ്യനിൽ കാണുക കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. നെക്സ്റ്റ് പാർട്ട് B ആണ്. അതിൽ നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്സിന്റെ. യൂഷ്വലി കാണുന്ന ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ആണ് എല്ലാതും. ഫസ്റ്റ് വൺ, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. സെക്കൻഡ്, എക്സ്പ്ലെയിൻ 0th law of thermodynamics with its significance. Third, what is the condition for a system to be thermodynamic equilibrium? Thermodynamic equilibrium ആണ്. അപ്പോൾ തെർമലി, കെമിക്കലി, മെക്കാനിക്കലി ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അപ്പം 3 കണ്ടീഷൻസ് മെൻഷൻ ചെയ്യണം. ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ഈസ് എൻ ഇൻറ്റൻസീവ് വേരിയബിൾ. സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റൻസീവ് വേരിയബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണോ? സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റൻസീവ് വേരിയബിൾ ആണ്. ഐഡന്റിഫൈ ദ ആൻസർ. ആൻസർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, ഇതിന്റെ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കുക. കിട്ടുന്നില്ലെങ്കിൽ പറയാം. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ an adiabatic പ്രോസസ്. അതായത് PV is equal to PV raised to gamma is equal to constant. ആ ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാനാണ്, ഡിറൈവ് ചെയ്ത് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫൈൻ ടെമ്പറേച്ചർ. വാട്ട് ഈസ് മീൻ ബൈ ടെമ്പറേച്ചർ? ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞിരുന്നു, അതിൽ നിന്ന് ഡിഫൈൻ ചെയ്യുക ടെമ്പറേച്ചറിനെ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് വേരിയബിൾസ്. നമുക്കറിയാം, ഒന്ന് മാസ് ഇൻഡിപെൻഡന്റ് ആണ്, ഒന്ന് മാസ് ഡിപെൻഡന്റ് ആണ്. അതിന്റെ ഡെഫിനിഷൻ എഴുതുക, അതിന് എക്സാമ്പിൾ എഴുതുക.
Distinguish between isothermal and adiabatic process. One is temperature is a constant. Adiabatic process, there is no heat exchange between system and surroundings. Give the mathematical tabulation of first law of thermodynamics. dq is equal to du plus dw. So write down the first law of thermodynamics, then its terms. dq is equal to du plus dw. Expand. dq is equal to du in the form endana cv dt plus dw is pdv. State the conditions for thermal equilibrium of a system. Thermal equilibrium is different from thermodynamic equilibrium. Any two thermodynamic variables constant ആണെങ്കിൽ thermal equilibrium ആണ്. Write statement and one or two sentences about നമ്മൾ പറഞ്ഞില്ലേ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത് പ്രഷർ വോളിയം വെച്ചിട്ട് പറഞ്ഞ പിസ്റ്റൺ വെച്ചിട്ടുള്ളത് ഗ്യാസ് ഒരു സിലിണ്ടറിനകത്ത് ഗ്യാസ് ഉള്ള കേസ്. സോ ആ കേസ് മെൻഷൻ ചെയ്യാം. ഇത്രയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ട് 10 വർഷത്തെ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ചാപ്റ്റർ 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും ക്വസ്റ്റ്യൻസ്. പാർട്ട് സി അതിന്റെ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ഐസോതെർമൽ അഡയാബാറ്റിക് ഇലാസ്റ്റിസിറ്റി. 2018 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഐസോതെർമൽ അഡയാബാറ്റിക് ഇലാസ്റ്റിസിറ്റി ഒന്ന് പി ആണ്, ഒന്ന് പി ബൈ ഗാമയോ ഗാമ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഗാമ പി അങ്ങനെ എന്തോ ടേം ആണ്. സോ ഇറ്റ് ഈസ് ഐസോതെർമൽ അഡയാബാറ്റിക് ഇലാസ്റ്റിസിറ്റി ഈസ് ഗാമ ടൈംസ് ഗ്രേറ്റർ ദാൻ ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി എന്ന് വരും. അത് ഡിറൈവ് ചെയ്യുക. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോബാരിക് ആൻഡ് ഐസോകോറിക് പ്രോസസ്. അത് വളരെ സിമ്പിൾ ആണ്. 4 മാർക്സിന്റെ സെക്ഷൻ ആണ്. ഇത് 2019 2013 2012 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐസോബാരിക്കും ഐസോകോറിക്കും വളരെ എളുപ്പമാണ്. ഐസോബാരിക് ആവുമ്പോൾ എന്താണ് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സോ വിച്ച് മീൻസ് ദാറ്റ് dq is equal to du plus pw. അത് അങ്ങനെ തന്നെ നിൽക്കും. അവിടെ യാതൊരു ചേഞ്ച് ഇല്ല. പ്രഷർ കോൺസ്റ്റന്റ് അല്ലേ. ഐസോകോറിക് ആവുമ്പോൾ എന്താ പറയുക, വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. സോ dv ടേം 0 ആയിപ്പും. ഐസോകോറിക് ആവുമ്പോൾ നമ്മൾ പറഞ്ഞ ആ 1 വേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ dq is equal to du എന്ന് വരും. നെക്സ്റ്റ് സ്ലോപ്പ് ഓഫ് adiabatic is y times that of an isothermal. ഗാമ ടൈംസിന് പകരം y ടൈംസ് ആയിട്ട് ചോദിച്ചിരുന്നു മാത്രം. Derive the expression for work done in isothermal, adiabatic and isobaric process. അത് ഏത് വേണമെങ്കിൽ ചോദിക്കാം വർക്ക് ഡൺ എന്നുള്ളത് കേട്ടോ. ഇവിടെ വർക്ക് ഡൺ യൂസിങ് ഐസോബാരിക് ആൻഡ് ഐസോകോറിക് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഐസോതെർമലും അഡയാബാറ്റിക്കും ഐസോബാരിക്കും ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ കണ്ടോ 3 വർഷം ചോദിച്ചിട്ടുള്ള 2012 13 19. വളരെ സിമ്പിൾ ആണ്. പക്ഷെ പലരും അത് ശ്രദ്ധിക്കില്ല. ഐസോതെർമൽ അഡയാബാറ്റിക്കിന്റെ ഡെറിവേഷൻ മാത്രം പഠിച്ചു വയ്ക്കും. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് വിട്ടുപോകും. അത് പഠിക്കുക. നെക്സ്റ്റ് യൂഷ്വലി കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചെയ്ത് നോക്കുക ഈ പ്രോബ്ലംസ് കേട്ടോ. എ ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ എയർ അറ്റ് 27 degrees Celsius is compressed 1/4 of its volume slowly means isothermal. Second one is suddenly means adiabatic. Find the change in temperature in each case. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം ആണ്. അത് നോക്കി നോക്കുക, ചെയ്ത് നോക്കി നോക്കുക. എയർ അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് NTP, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ 1 atmospheric pressure and 27 degrees Celsius is compressed adiabatically to half of its volume. So V2 is V1/2. What is the change in its temperature? എന്താണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ T അഡയാബാറ്റിക്കലി ആണ്. ടിയും വിയും വരുന്ന ഇക്വേഷൻ എടുക്കുക, ചെയ്ത് നോക്കി നോക്കാം. 2 moles of O2 oxygen at 0 degrees Celsius are compressed to 1/4 of its initial volume at the same temperature. Calculate the work done. Same temperature means the process is isothermal. PV is equal to a constant. അതിന്റെ വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദെൻ പാർട്ട് ഇ എസ് എ നമ്മൾ കാണുന്ന അധികം അങ്ങനെ എസ് എ ചോദിച്ച് കണ്ടിട്ടില്ല ഈ ചാപ്റ്ററിന്. പക്ഷെ ചോദിക്കുന്നതൊക്കെ ഏകദേശം ഒരുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. വാട്ട് ഈസ് മീൻ ബൈ എ റിവേഴ്സിബിൾ പ്രോസസ്? എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്? ഡിറൈവ് എക്സ്പ്രഷൻസ് ഫോർ വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ, അഡയാബാറ്റിക്, ഐസോബാരിക്, ഐസോകോറിക്. 4 പ്രോസസ്സുകളിലും വർക്ക് ഡൺ. അത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. അത് ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ സ്പെസിഫിക് ഹീറ്റ് at constant volume and pressure. Cpയും Cvയും തമ്മിലുള്ള റിലേഷൻ Cp - Cv is equal to R, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഗാമ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് per unit mass, using the first law of thermodynamics. That is very very important. അതെപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു എസ്സേയാണ്. What is mean by adiabatic process? എന്താണ് adiabatic process? Derive an expression for it in terms of P and V. PV raised to gamma is equal to a constant എന്ന് ഡിറൈവ് ചെയ്ത് വരിക. അതൊരു എളുപ്പമുള്ള എസ്സേയാണ്. അതും കണ്ടുവന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതാണ് യൂഷ്വലി നമ്മളെപ്പോഴും ചോദിച്ച് കാണുന്നത്. ഇത് സ്പെസിഫിക് ഹീറ്റിന്റെ റിലേഷൻ. ഇത് ഈ ക്വസ്റ്റ്യൻ എപ്പോഴും കാണുന്നതാണ്. എസ്സേയിൽ ചോദിക്കാം, ഷോർട്ട് ആൻസറിലൊക്കെ ചോദിക്കാം. വർക്ക് ഡൺ ഏതെങ്കിലും ഒന്നിന്റെ വർക്ക് ഡൺ ചോദിക്കാൻ വേണമെങ്കിൽ 2 മാർക്സിൻ്റെ
അല്ലെങ്കിൽ രണ്ടെണ്ണം ചേർത്തിട്ട് 4 മാർക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ചേർത്ത് essay യിൽ ചോദിക്കാം. ഇത്രയാണ് ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോൾ കിട്ടിയ ക്വസ്റ്റ്യൻസ്. Please go through these questions and prepare for your class test. There is a class test planned on Monday, that is 1st February at 11:30 AM. 11:30 AM to 12:30 AM ആണ് നമ്മൾ third hour ആണ് എൻ്റെ അവർ വരുന്നത്. So for that hour I prepared a class test. I have already uploaded the question paper in the Linweek. So please study the portions and prepare well for the exam and write the exam well. The time is 1 hour time aanullathu, duration aanullathu. There is only 6 or 7 questions. I think there is only 7 or 8 questions, I think so. Please go through the portions well and prepare for your exam and write the exam well. Okay, thank you.